ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെയധികം കാലിക പ്രസക്തിയുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു തന്നെ കേൾക്കണം. ഇങ്ങനെ ചില സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുകയും വേണം. കേസ് നമ്പർ 1, നിങ്ങൾ നല്ല തിരക്കുള്ള ബസ്സിലോ ട്രെയിനിലോ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ വളരെ തിരക്കുള്ള ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്റ്റ് ആവാൻ ഇച്ചിരി ഉടക്ക് കാണിക്കും. അതായത് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്, പെയർ ആവുന്നുണ്ടോ അതുമില്ല, എന്നാൽ മാനുവലായിട്ട് എടുത്ത് കണക്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇനി കേസ് നമ്പർ 2, നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഹെഡ്സെറ്റ് കണക്റ്റ് ആക്കുന്നില്ല, പകരം വേറെ ആരുടെയോ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റോ വാച്ചോ നിങ്ങളുടെ ഫോണെ കണക്റ്റ് ആവുക. ആ ബ്ലൂടൂത്തിൻ്റെ സിമ്പലിൻ്റെ അവിടെ മറ്റേതോ ഡിവൈസ് കണക്റ്റഡ് ആയതായി കാണിക്കുക. കേസ് നമ്പർ 3, വളരെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, എനിക്കും സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഹെഡ്സെറ്റ്, നമ്മൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമ്മൾ ചെവി വെച്ചു, അതിനുശേഷം നമ്മുടെ ഫോണെ പെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷേ നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നമ്മളെ മറന്നിട്ട് വേറെ ഒരുത്തൻ്റെ ഫോണെ കയറി പിടിക്കുക. അതായത് അവരുടെ കോൺവെർസേഷനും അവരിടുന്ന പാട്ടും നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥ. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? കേസ് നമ്പർ 4, ഇത് മിക്ക ആൾക്കാർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. വൈഫൈ കണക്ടിവിറ്റി. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പാസ്വേഡ് എല്ലാം സേവ് ചെയ്ത വൈഫൈ ആണ്, എപ്പോഴും കണക്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു ദിവസം നിങ്ങൾ ഒരു അത്യാവശ്യത്തിന് വൈഫൈ കണക്ട് ചെയ്യാൻ നോക്കുക. പക്ഷേ വൈഫൈ കണക്റ്റ് ആവുന്നുണ്ട്, പക്ഷേ നെറ്റ്വർക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ വൈഫൈ കണക്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ഡ്രോപ്പായിട്ടായി പോവുക. അതായത് ഒരു തവണ കണക്റ്റ് ആവും, വീണ്ടും ഡിസ്കണക്റ്റ് ആവും, റീകണക്റ്റ് ആവും. നല്ല ഒരു പീക്ക് മൊമെൻറ്റിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പകുതി വെച്ച് അങ്ങ് ബ്രേക്ക് ആയി പോവുക. ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ലേ? കേസ് നമ്പർ 5, നിങ്ങളുടെ ഫോൺ 5G സപ്പോർട്ട് ചെയ്യുന്ന മോഡലാണ്, 5G സിമ്മും ഉണ്ട്, ഫുൾ റേഞ്ചും കാണിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ നെറ്റ് ഓണാക്കി വീഡിയോ സ്ട്രീമിങ്ങോ അല്ലെങ്കിൽ ഡൗൺലോഡിങ്ങോ അപ്ലോഡിങ്ങോ ഒക്കെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാവട്ടെ 3G സ്പീഡും. ഇങ്ങനത്തെ ഒരു അവസ്ഥ സംഭവിച്ചിട്ടില്ലേ? അപ്പോൾ ഈ പറയുന്ന കേസുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും അനുഭവിക്കാത്ത ആൾക്കാർ കാണത്തില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരേ ഒരു പ്രോബ്ലത്തിലേക്കാണ്: ഇലക്ട്രോമാഗ്നറ്റിക് പൊല്യൂഷൻ അഥവാ വൈദ്യുത കാന്തിക മലിനീകരണം. നമ്മളെല്ലാവരും ജലമലിനീകരണം, വായു മലിനീകരണം, ശബ്ദ മലിനീകരണം ഇതിനൊക്കെ പറ്റി വാദോരാതെ സംസാരിക്കുന്നുണ്ട്, ഒത്തിരി സെമിനാറുകളും ചർച്ചകളും നടക്കുന്നുണ്ട്. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് അത്ര നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതും എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രോബ്ലംസ് സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ തന്നെയാണ്. ഇനി മറ്റൊരു യഥാർത്ഥ ഫാക്റ്റ് കൂടി ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറയാം. ഒരു 10-20 വർഷങ്ങൾ മുമ്പ് നിങ്ങളൊരു മീഡിയം വേവ് റേഡിയോയോ ഷോർട്ട് വേവ് റേഡിയോ പ്രവർത്തിപ്പിക്കുക. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് വിദേശങ്ങളിൽ നിന്നുള്ള റേഡിയോ ചാനലുകൾ പോലും വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇന്ന് നമ്മൾ ഷോർട്ട് വേവ് റേഡിയോ ഓണാക്കി കഴിഞ്ഞാൽ ഒരു സ്റ്റേഷനും ക്ലിയർ ആയിട്ട് കിട്ടത്തില്ലെന്ന് മാത്രമല്ല, വളരെ അരോചകമായിട്ടുള്ള നോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് അതിലൂടെ കേൾക്കാൻ സാധിക്കുന്നത്. FM മാത്രമേ ഉള്ളൂ പിന്നെയും ബെറ്റർ ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ നമ്പർ 1 കാരണം എന്ന് പറയുന്നത് നമ്മളെ ഇന്നത്തെ അനുഗ്രഹവും ശാപവുമായിട്ടുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസാണ് നമ്മുടെ LED ബൾബുകൾ. അത് തീർച്ചയായിട്ടും നിസ്സംശയം എനിക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ പണ്ടത്തെ കാലത്ത് നമുക്കറിയാം, സാധാരണ ഫിലമെൻറ്റ് ബൾബുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ റേഡിയോയിൽ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ വൈദ്യുതി കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്, ചൂട് കൂടുതലാണ്, അതുപോലെ തന്നെ പ്രകൃതിക്ക് ദോഷമാണ്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞാൽ പിന്നെ CFL വന്നത്. CFL ഇത്ര ശല്യമില്ലായിരുന്നു. പക്ഷേ LED വന്നതോടുകൂടി LEDക്കകത്ത് ഡ്രൈവർ യൂണിറ്റ്, പ്രത്യേകിച്ച് അതിനകത്ത് SMPS യൂണിറ്റൊക്കെ ഒരു സ്റ്റാൻഡർഡൈസും ഇല്ലാത്ത രീതിയിൽ ചുമ്മാ തല്ലിക്കൂട്ടി പടച്ചു വിടാൻ തുടങ്ങി. ഇന്ന് വളരെ കുറഞ്ഞ വിലയ്ക്ക് LED കിട്ടും, ശരിയാണ്. പക്ഷേ ഇതുണ്ടാക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്, നമ്മൾ ഊഹിക്കാവുന്നതിലപ്പുറമാണ്. ഇപ്പോൾ വന്ന് FM സ്റ്റേഷനിൽ പോലും LED ബൾബിൻ്റെ ആ ഒരു ഹൈ ഫ്രീക്വൻസി നോയ്സ് പിടിക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പം അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റിക് കോമ്പാറ്റിബിലിറ്റിയും അതുപോലെ തന്നെ അത് പ്രത്യേക ടെസ്റ്റുകളൊക്കെ പാസ്സാക്കിയിട്ടേ പുറത്തിറക്കാവുള്ളൂ. എന്ത് തന്നെയാണോ അതൊക്കെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഇന്നത്തെ പ്രോഡക്റ്റുകളൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നോയ്സിൻ്റെ ലെവലൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് നമുക്ക് യാതൊരു കാരണവശാലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. നമ്മൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു കാര്യമാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. റേഡിയോ വേവ്സ് തുടങ്ങി ഗാമ റേ വരെ കിടക്കുന്ന വലിയൊരു പാക്കറ്റാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും വേവ് ലെങ്ത് കൂടിയ റേഡിയോ വേവ്സ് തൊട്ട് അയണൈസിംഗ് ആയിട്ടുള്ള ഹൈ എനർജറ്റിക് ആയിട്ടുള്ള കോസ്മിക് റേ വരെ അതിൽ ഉൾക്കൊള്ളിട്ടുണ്ട്. ഇതിൽ പ്രത്യേകം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൈക്രോവേവ് ബാൻഡ്സ്. പ്രത്യേകിച്ച് 300 MHz തുടങ്ങി 300 GHz വരെ പരന്നു കിടക്കുന്ന ഒരു വൈഡ് ബാൻഡ് സ്പെക്ട്രമാണ് നമ്മുടെ മൈക്രോവേവിലുള്ളത്. അപ്പോൾ ഈ മൈക്രോവേവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്നത്തെ ഒട്ടുമിക്ക ഇലക്ട്രോണിക്സ് ഡിവൈസുകളും പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഈ മൈക്രോവേവിൽ തന്നെ ഏറ്റവും പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ബാൻഡ് എന്ന് പറയുന്നത് 2.4 GHz എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം ഇന്ന് നമ്മൾ ഒട്ടുമിക്ക വൈഫൈ ഡിവൈസുകൾ, ബ്ലൂടൂത്ത്, അതുപോലെ ജനറലായിട്ട് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് 2.4 GHz.
അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി ബാൻഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നോക്കിയാൽ നമുക്ക് കുറഞ്ഞ പവർ ഉപയോഗിച്ചിട്ട് വളരെ എഫക്റ്റീവായിട്ട് അത്യാവശ്യം ഡിസ്റ്റൻസുകൾ കവർ ചെയ്യാൻ പറ്റും. ഫിറ്റിയിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അബ്സോർപ്ഷനൊക്കെ കുറവാണ്. അതുകൊണ്ടാണ് വൈഫൈയിലൊക്കെ അത് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മൾ ഇന്നൊരു റൂമോ അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഓഫീസ് സമുച്ചയം എടുത്തു കഴിഞ്ഞാൽ മിനിമം ഒരു 5-10 വൈഫൈ ഡിവൈസെങ്കിലും അവിടെ കാണും. ഈ ഓരോ വൈഫൈ ഡിവൈസും നമ്മൾ വീണ്ടും കാറ്റഗറൈസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു 5-10 ഡിവൈസുമായിട്ട് വീണ്ടും കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു 10-30-35 ഡിവൈസുകൾ ഒരേ സമയം ഈ വൈഫൈ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പം വൈഫൈ തന്നെ ഇപ്പോൾ 2.4 GHz ഉണ്ട്, 5 GHz വൈഫൈ ഉണ്ട്. ഈ 2.4-ൽ തന്നെ വീണ്ടും സബ്ബായിട്ട് ഡിവൈഡ് ചെയ്ത്, അതായത് 2.410, 2.420 അങ്ങനെ സബ്ബായിട്ട് ഫ്രീക്വൻസികളെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോ ഡിവൈസുകൾക്കും ചാനലുകൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കോമൺ ഫ്രീക്വൻസി അല്ലേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയ സ്പ്ലിറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഒരു ഡിവൈസ് ആ നെറ്റ്വർക്കിൽ നിന്ന് പോയി കഴിയുമ്പോൾ ആ ചാനൽ ഫ്രീ ആയി അടുത്ത ഡിവൈസിലേക്ക് കണക്ട് ചെയ്യാം. എന്നാൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒത്തിരി ഡിവൈസുകൾ ഇതുപോലെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇതേ പ്രോബ്ലം തന്നെ 5 GHz വൈഫൈയിലും സംഭവിക്കുന്നുണ്ട്. എന്നാൽ 5 GHz വൈഫൈ ഡിവൈസുകൾ വളരെ കുറവായിട്ടുണ്ട്. അത്ര വലിയ പ്രോബ്ലം നമ്മൾ കാണുന്നില്ല. നമ്മുടെ ഈ വൈഫൈ ഡിവൈസുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡിവൈസുകളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ IoT ഡിവൈസുകൾക്ക് നമ്മൾ അറിയാമല്ലോ, ഓരോ വർഷം കൂടുന്തോറും മില്യൺസ് ഓഫ് ഡിവൈസുകളാണ് ഇൻ്റർ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഈ പറയുന്ന കോമൺ ആയിട്ടുള്ള ബാൻഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഡിഫറൻറ്റ് ഫ്രീക്വൻസി ചാനലാണെങ്കിൽ കൂടി ഈ ചാനലുകൾ തമ്മിൽ ഓവർലാപ്പ് ആവാനോ അല്ലെങ്കിൽ സിഗ്നൽസ് മിക്സപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്കറിയാം, ഒരു ഡിവൈസ് ഓണാക്കി കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റെസൊണൻറ്റ് ഫ്രീക്വൻസിയുള്ള തരംഗങ്ങളായിരിക്കും റിസീവ് ചെയ്യുന്നത്. എന്നാൽ തൊട്ടപ്പുറത്ത് വളരെ പവർ കൂടിയ, അതായത് ഈ ഒരു ഡിവൈസിനെക്കാട്ടിലും വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്മീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു കമ്പോണൻറ്റ്, ഒരു ഫ്രീക്വൻസി കമ്പോണൻറ്റ് നമ്മുടെ ഈ ഡിവൈസിലേക്ക് കയറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഫിൽറ്ററിംഗ് സെക്ഷനൊക്കെ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻ്റർഫറൻസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ടെക്നിക്കൽ പ്രോബ്ലം നമ്മൾ പ്രധാനമായിട്ട് 2 രീതിയിലാണ് പറയുന്നത്. ഒന്ന് കോ ചാനൽ ഇൻ്റർഫറൻസ്, 2 അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസ്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് കോ ചാനൽ ഇൻ്റർഫറൻസ് എന്താണെന്ന് നോക്കാം. കോ ചാനൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫ്രീക്വൻസിയിൽ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ട്യൂൺ ചെയ്ത ഒരു ട്രാൻസ്മിറ്റർ റിസീവർ സിസ്റ്റം ഉണ്ട്, അതേ ഫ്രീക്വൻസി തന്നെ ട്യൂൺ ചെയ്ത മറ്റൊരു സിസ്റ്റം ഉണ്ട്. ഇത് തമ്മിൽ ഫിസിക്കലി നല്ല അകലം കാണും. അതായത് ഇപ്പോൾ 2 വൈഫൈ ഡിവൈസ് സെയിം ഫ്രീക്വൻസി പ്രവർത്തിക്കുക, എയും ബിയും സെയിം ഫ്രീക്വൻസിയാണ്. പക്ഷേ എയും ബിയും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മുറിയിലാണ് വെച്ചേക്കുന്നത്. യാതൊരു കാരണവശാലും തമ്മിൽ കാണാനുള്ള ഒരു ചാൻസ് അവിടെ നമ്മൾ ഒരുക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടി നമ്പർ ഓഫ് ഡിവൈസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ എയും ബിയും ഇപ്പോൾ തടസ്സങ്ങൾ ഒഴിവാക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റ് എന്തെങ്കിലും ഒരു സന്ദർഭം ഒത്തു വന്നു കഴിഞ്ഞാൽ രണ്ടും സെയിം ഫ്രീക്വൻസി ആയ സ്ഥിതിക്ക് തമ്മിൽ സിഗ്നൽസ് തമ്മിൽ മിക്സ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഒരുപക്ഷെ ഡാറ്റ ലോസ് സംഭവിക്കാം, നമ്മുടെ ആ ലിങ്കിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാം, അപ്പോൾ ഡ്രോപ്പ് ഔട്ട് സംഭവിക്കാം. അപ്പോൾ ഇത് വളരെ കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മൾ പെട്ടെന്ന് ഒരു തിരക്കുള്ള ഏരിയയിലേക്ക് കയറി കഴിയുമ്പോഴേക്കും നമ്മൾ അതുവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈഫൈ ചിലപ്പോൾ ഒന്ന് കട്ടായിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് കയറുന്നതൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണാൻ പറ്റും. അതായത് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലെ ട്രാൻസ്മിറ്ററും റിസീവറും ചെറിയൊരു കൺഫ്യൂഷൻ വരും. അതായത് ഏത് ഡിവൈസിൽ നിന്ന്, 2 സെയിം ഫ്രീക്വൻസിയാണ്, ഏത് ഡിവൈസിൽ നിന്ന് ഡാറ്റ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഫോണിനകത്ത് ട്രാൻസ്മിറ്ററും റിസീവറും എല്ലാം ഫ്രീക്വൻസി സ്വിച്ച് ചെയ്യാനും അല്ലെങ്കിൽ മറ്റൊരു ഫ്രീക്വൻസിയിലേക്ക് മാറാനൊക്കെയുള്ള ഒരു ശ്രമം നടത്തും. അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ഔട്ടായിട്ട് വീണ്ടും കണക്റ്റ് ആവുന്നത്. ഇനി അഡ്ജസൻറ്റ് ചാനൽ ഇൻ്റർഫറൻസ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചേക്കുക, കൃത്യം ഒരു 90 MHz ട്യൂൺ ചെയ്തു. തൊട്ടപ്പുറത്ത് 91 MHz ഒരു ട്രാൻസ്മിറ്റർ ഉണ്ട്. പക്ഷേ യാതൊരു കാരണവശാലും 90 MHz ആ ഒരു റിസീവർ 91 MHz റിസീവ് ചെയ്യാൻ പാടില്ല. അതാണ് നിയമം. ശരിക്കും ആ രീതി നാച്ചുറലി അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. പക്ഷേ ഈ 91 MHz ട്രാൻസ്മിറ്ററിന് പവർ വളരെ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കമ്പോണൻറ്റ് നമ്മുടെ ഈ 90 MHz റിസീവറിലും റിസീവ് ചെയ്തേക്കാം. അതായത് അതിൻ്റെ ഹൈ പവറിലുള്ള RF എനർജി കൊണ്ട് നമ്മുടെ ഈ സെക്കൻഡ് റിസീവർ ജാം ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം വളരെ വീക്കായിട്ടുള്ള ഒരു സിഗ്നൽ നമ്മുടെ ഫസ്റ്റ് റിസീവറിൽ എത്തിയാൽ പോലും അത് സെൻസിറ്റീവ് ആവത്തില്ല. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കാരണം നമുക്ക് മിക്കവാറും സിഗ്നൽ ജാമിംഗ് എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. ഫുൾ റേഞ്ച് കാണിക്കും, പക്ഷേ നമുക്ക് ഡിവൈസ് കണക്റ്റഡ് ആയിരിക്കും, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാൻ വയ്യാതെ നമ്മൾ സ്റ്റക്കായിട്ട് നിൽക്കും. ഇനി നമ്മുടെ ഈ വൈഫൈ ഡിവൈസുകളുടെ സിഗ്നലിനെ ഇൻ്റർഫറൻസ് ചെയ്യാൻ സാധ്യതയുള്ള 2 സംഗതികളാണ്. ഒന്ന് നമ്മുടെ ഈ മൈക്രോവേവ് ഓവൻ, അത് ഈ പറയുന്ന 2.4 GHz വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിന് ഒരു പരിധി വരെ സാധ്യമാകും, കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഹൈ ഫ്രീക്വൻസി കോയിൽ അതിൽ അപ്ലൈ ചെയ്യുന്ന ആ എനർജി ചില സന്ദർഭങ്ങളിലെങ്കിലും ഹൈ ഫ്രീക്വൻസി ഒക്കെ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, ഇൻ കേസ് പ്രോപ്പർ ഡിസൈൻ അല്ലെങ്കിൽ.
അപ്പോൾ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫിൽട്ടർ സെക്ഷനൊക്കെ തീർത്തും മോശമാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. വളരെ കൺജസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മുറിക്കകത്ത്, പ്രത്യേകിച്ച് ആയിരക്കണക്കിന് സർക്യൂട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഉറപ്പായിട്ടും ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഉപകരണങ്ങളുടെ ബാഹുല്യം കൊണ്ടുണ്ടാകുന്ന നോയ്സും നമ്മുടെ ഈ പറയുന്ന വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെ ഒക്കെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി തിരക്കുള്ള സമയങ്ങളിൽ നമ്മുടെ ഈ ബ്ലൂടൂത്ത് പെയർ ആവുന്നതിൻ്റെ ഒരു കാര്യം ഇതാണ്, അറിയാതെ പെട്ടുപോവാണ് നമ്മുടെ ഡിവൈസ്. മറ്റൊരു ചാനൽ നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ച് റിക്വസ്റ്റ് കൊടുത്ത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇപ്പം നമ്മൾ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ വൈഫൈയുടെ ഒക്കെ കാര്യം പറഞ്ഞു. ഇനി നമ്മുടെ മൊബൈൽ നെറ്റ്വർക്കിലേക്ക് വരുവാണെങ്കിൽ ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. അവിടെ പക്ഷേ നമ്മൾ ഒന്നോ രണ്ടോ ഡിവൈസ് അല്ല, ആയിരക്കണക്കിന് ഡിവൈസുകളാണ് ഒരേ സമയം നമുക്ക് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു ടവറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഇത്ര കപ്പാസിറ്റിക്ക് മുകളിൽ നമുക്ക് കൊടുക്കാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എല്ലാ ഫോണിലും ഈ ടവറിൽ നിന്നുള്ള സിഗ്നൽ റിസീവ് ചെയ്യും, ഫുൾ റേഞ്ച് കാണിക്കും. പക്ഷേ ഓരോ ഡിവൈസിനും അലോക്കേറ്റ് ചെയ്തേക്കുന്ന ചാനൽ അത് അസൈൻ ചെയ്ത് വരാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് ചില സമയത്ത് നമ്മൾ നെറ്റ് എടുക്കുമ്പം ഫുൾ റേഞ്ച് ഉണ്ടെങ്കിലും നമുക്ക് കിട്ടാതെ വരുന്നത്. ഇനി നമുക്കിതിന് എന്താണോ ഒരു സൊല്യൂഷൻ, ഇതിനൊരു പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ ഇല്ലേ, സൊല്യൂഷൻ കൊടുക്കാൻ പറ്റത്തില്ലേ? തീർച്ചയായിട്ടും പറ്റും. നമുക്കിന്ന് പലതരത്തിലുള്ള അഡാപ്റ്റീവായിട്ടുള്ള അൽഗോരിതംസ് ഉണ്ട്. സിഗ്നൽസിൻ്റെ ഒരു സ്ട്രെങ്ത് ഡിക്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ഫ്രീക്വൻസി ഷിഫ്റ്റ് ചെയ്യാനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചാനൽ സെലക്ട് ചെയ്യാനുള്ള കോഗ്നിറ്റീവ് റേഡിയോ, അങ്ങനെ ഒത്തിരി സൗകര്യങ്ങൾ ഇന്ന് നമുക്ക് ലഭ്യമാണ്. പിന്നെ നമുക്ക് പണ്ടത്തെ പോലെയല്ല, RF എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ഡെവലപ്പായിട്ടുണ്ട്. ഇപ്പോൾ AI ഡ്രിവൺ ആയിട്ടുള്ള സിസ്റ്റം പോലും വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലമാണ്. എന്നിരുന്നാലും നമുക്ക് ഫിസിക്കലായിട്ടുള്ള ഒരു ലിമിറ്റ് ഇപ്പോഴും നമ്മളവിടെ ബാക്കി നിൽപ്പുണ്ട്. കാരണം നമ്മുടെ ട്രാൻസ്മിറ്റർ, റിസീവർ ഇതെല്ലാം പ്രവർത്തിക്കുന്ന 10 GHz താഴെയുള്ള ഫ്രീക്വൻസി ബാൻഡുകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, സ്പെക്ട്രം എന്ന് പറയുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ്. ഗവൺമെൻറ് ഓരോ രാജ്യങ്ങൾക്കും ഇന്ന ഫ്രീക്വൻസിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കാനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അത് കടന്നുള്ള ഒരു വർക്കും നമുക്ക് ചെയ്യാൻ സാധ്യമല്ല. ഇനിയും അങ്ങനെ ഒരു വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അത് ബാക്കിയുള്ള മിലിറ്ററി, എയറോസ്പേസ് മേഖലകളൊക്കെ ബാധിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റെഗുലേഷൻസ് നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇനിയുള്ളൊരു സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന 10 GHz താഴെയുള്ള ഉപകരണങ്ങളെല്ലാം ഹൈ ഫ്രീക്വൻസിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയ ഡിവൈസുകൾ ആ രീതിയിൽ നമ്മൾ രൂപകൽപ്പന ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതാണ് മില്ലിമീറ്റർ വേവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ മൈക്രോവേവിൻ്റെ ഹയർ ബാൻഡുകൾ ഉപയോഗിക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. ഇപ്പോൾ ഒരു 24 GHz ഒരു നമ്മളൊരു കരിയർ എടുക്കുകയാണെങ്കിൽ 2.4 GHz ഒരു 10 ചാനലെങ്കിലും നമുക്ക് അതിൽ കൊടുക്കാൻ സാധിക്കും. അപ്പം 10 വൈഫൈയുടെ തുല്യമാണ് ഒരു 24 GHz ഒരു സിംഗിൾ വൈഫൈ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമാത്രം ഡിവൈസുകൾ അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള പോസിബിലിറ്റീസ് ഒക്കെ നോക്കുക എന്നുള്ളതാണ് ഈ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത്. പക്ഷെ അന്നേരവും നമ്മുടെ മുന്നിലുള്ള ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു ബാരിയർ എന്ന് പറഞ്ഞാൽ ഈ ഫ്രീക്വൻസി കൂടുന്തോറും പെനിട്രേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കുറയും. അതായത് ഒരു കോൺക്രീറ്റ് വാളിൽ നമുക്ക് 2.4 GHz സുഖമായിട്ട് കടന്നു പോകുന്ന പോലെ 24 GHz ബാൻഡിന് കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ കാരണം കൊണ്ട് തന്നെ വളരെ ഷോർട്ടായിട്ടുള്ള റേഞ്ച് ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കും. ഇപ്പോൾ GB/s, TB/s നമുക്ക് ഡിവൈസുകൾ വന്നുകൂടായികയില്ല. പക്ഷേ ഇതാണ് അവിടുത്തെ ഒരു പ്രശ്നം നിൽക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പണ്ടൊക്കെ ടവറുകൾക്ക് 4, 5, 10 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. ഇപ്പോൾ 50-60 കിലോമീറ്റർ ദൂരത്തുനിന്ന് സിഗ്നൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അന്ന് പക്ഷേ ബാൻഡ് വിഡ്ത്ത് കുറവാണ്, നമ്മൾ അധികം ഡേറ്റകൾ ഉപയോഗിക്കുന്നില്ല, ഈ പറയുന്ന വോയിസ് കോൾ, മെസ്സേജൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മൾട്ടിമീഡിയ സർവീസ്, ലൈവ് സ്ട്രീമിംഗ്, HD ഗെയിമിംഗ് എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നല്ല ഹൈ സ്ട്രീമിങ്ങിൽ നടക്കുമ്പോൾ ബാൻഡ് വിഡ്ത്ത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി നമ്മൾ അതനുസരിച്ചിട്ട് കൂട്ടാതിരിക്കാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും റേഞ്ച് കുറയ്ക്കാതെ ഇരിക്കാനും മാർഗ്ഗമില്ല, റേഞ്ച് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഒരു 5G എന്ന് പറയുന്ന ഒരു ടെക്നോളജി വന്നപ്പോൾ നമുക്കറിയാം ഏതാനും വളരെ ചുരുങ്ങിയ കിലോമീറ്റർ മാത്രമേ 5G കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള 5G ടവറുകളുടെ ആവശ്യം വരുന്നത്. ഇപ്പോൾ റൂമിനകത്ത് നമുക്ക് 5G ഓട്ടോമാറ്റിക്കലി അത് 4G ആവുക ചെയ്യുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആ റൂമിലിരിക്കുമ്പോൾ 5G ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീക്വൻസി ബാൻഡിൽ നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുവാണെങ്കിൽ നമ്മുടെ ആ ഭിത്തി തുറന്ന് ആ ഒരു ടവറിലേക്ക് പോകാനുള്ള ശേഷിയൊന്നും നമ്മുടെ ട്രാൻസ്മിറ്ററിനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് 4Gയിലേക്ക് സ്വിച്ച് ചെയ്യണം. അതൊന്നുമില്ലെങ്കിൽ ഏറ്റവും അവസാനം 2Gയിലേക്ക് തന്നെ മാറേണ്ടി വരും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ബോധപൂർവമായിട്ട് ചെയ്യേണ്ട കുറച്ച് വോളണ്ടറി ആക്ഷൻസാണ്. അതായത് നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് നെറ്റ് ഓണാക്കിയിരുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക. നമ്മുടെ ബാറ്ററി തീരാനൊരു കാരണമാണ്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഡാറ്റ ഒരു ചാനൽ ഇങ്ങനെ വെറുതെ റിസർവായിട്ട് കിടന്നാൽ പോലും അതിൽ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആപ്ലിക്കേഷൻസ് ഇങ്ങനെ ഡാറ്റ റിക്വസ്റ്റ് ചെയ്യുകയും റിസീവ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയർ ബൈ ഡിവൈസുകളെ അതൊക്കെ ചെറിയ രീതിയിലെങ്കിലും ബാധിക്കും. ഇനി നമ്മൾ ഇൻ്റർഫറൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പണ്ടൊക്കെ ഇലക്ട്രിക്കൽ ഡിവൈസുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കോയിലും കപ്പാസിറ്ററും, അതാണ് അന്നത്തെ ഡിവൈസുകൾ. കോയിൽ, കപ്പാസിറ്റർ, റെസിസ്റ്റൻസ്, അതിൽ കൂടുതൽ ഒരു ഡിവൈസിൽ കാണാൻ സാധ്യതയില്ല. ഇന്ന് നമുക്കറിയാം, ഒരു സാധാരണ ഒരു SMPS ചാർജർ അഡാപ്റ്റർ എടുത്താലും എല്ലാം
ഹൈ ഫ്രീക്വൻസിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രീക്വൻസി കൺവേർഷൻ, അതിൻ്റെ റെക്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ള സ്റ്റേജുകളിലൊക്കെ നല്ല രീതിയിൽ നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ ഇത്തരം ഡിവൈസുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റിൻ്റെ കാര്യം മാത്രം നമ്മൾ പരിഗണിക്കരുത്, അത് എൻവയോൺമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കൂടി നമ്മൾ തീർച്ചയായിട്ടും പരിഗണിച്ചേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഗവേണിംഗ് ബോഡി ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. ഏറ്റവും നല്ല ഉദാഹരണം പറയാം, നമ്മുടെ SMBS, കമ്പ്യൂട്ടർ SMBS, പല ലോ ക്വാളിറ്റി ലോ പ്രൈസിലുള്ള SMBSകൾ ലഭ്യമാണ്. അകത്ത് നോക്കിക്കഴിഞ്ഞാൽ EMI ഫിൽറ്ററിൻ്റെ സ്ഥാനത്ത് വെറുതെ 2 കമ്പി വെച്ച് ബൈപ്പാസ് ചെയ്യുന്നതാണ് മിക്കവാറും കാണാറുള്ളത്. അതേസമയം നല്ല ക്വാളിറ്റിയുള്ള SMBS നമ്മൾ കുറച്ച് പൈസ കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞാലും അത് പുറമേ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ കുറവായിരിക്കും. ഈ പറഞ്ഞ നോയ്സും ബാക്കിയുള്ള ഇൻ്റർഫറൻസ് ഒന്നും കാണത്തില്ല. കാരണം അതിനകത്ത് തന്നെ വെച്ച് ഫിൽറ്റർ ചെയ്തെല്ലാം ക്ലീൻ ആക്കിയിട്ടാണ് അത് പുറത്തേക്ക് വിടുന്നത്. നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. ഈ പറയുന്ന ഇൻ്റർഫറൻസ് ഒക്കെ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളെ മാത്രമാണോ ബാധിക്കുന്നത്? നമ്മളെ ബാധിക്കൂ? അത് തീർച്ചയായിട്ടും ഒരു വലിയൊരു കൺസേൺ ആണ്. പ്രത്യക്ഷത്തിൽ നോക്കുവാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് നോൺ അയനൈസിങ് ആണ്. ശരിക്കും പെനിട്രേറ്റ് ചെയ്ത് നമ്മുടെ ഒരു DNA ഡാമേജ് വരുത്താനോ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാക്കാനോ സാധ്യമല്ല. പക്ഷേ എങ്കിൽ കൂടി ഇത്തരം ഡിവൈസുകൾ അമിതമായിട്ട് നമ്മുടെ ചുറ്റുവട്ടത്തും ഒക്കെ ഉള്ളത് അന്തരീക്ഷത്തിൻ്റെ താപനില നേരിയ തോതിൽ വർദ്ധിപ്പിക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഇപ്പോൾ വൈഫൈ ഡിവൈസുകൾ, ഹോട്ട്സ്പോട്ടുകൾ, ഇതൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈ ഫ്രീക്വൻസി റേഡിയേഷൻ നേരിയ രീതിയിലെങ്കിലും ഹീറ്റ് എഫക്റ്റ് ഉണ്ടാക്കാതിരിക്കില്ല. പിന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം ഡിവൈസുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ചുറ്റുമുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകളുടെ എണ്ണവും കൂടും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലും ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി വ്യത്യാസം, അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ഹീറ്റിംഗ് എഫക്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് റെഗുലേറ്ററി കമ്മിറ്റിയൊക്കെ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്താണ് വെക്കേണ്ടത്. പക്ഷേ ഇത്തരം ഡിവൈസുകൾ ഒരേ സമയം ഒന്നിച്ച് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ SIR വാല്യൂവിനൊക്കെ അപ്പുറമായിരിക്കും, നമ്മൾ വിചാരിക്കുന്ന കാട്ടിലൊക്കെ അപ്പുറമായിരിക്കും കാര്യങ്ങൾ പോക്ക്. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളൊക്കെ പണ്ട് കിടന്നുകൊണ്ടിരുന്നത് ഒരു 9-10 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉറക്കം വരും. നമ്മുടെ സ്ലീപ്പിംഗ് റിതത്തെ ഈ പറയുന്ന ഡിവൈസുകൾ നല്ല രീതിയിൽ സ്വാധീനിക്കാറുണ്ട്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിലെ ബ്ലൂ ലൈറ്റ്, അതുപോലെ തന്നെ LED ബൾബിൻ്റെ ഉപയോഗം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡേറ്റ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്ലീപ്പിംഗ് റിതത്തെ ഇന്ന് നല്ല രീതിയിൽ താളം തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്ലീപ്പിംഗ് റിതത്തെ ഇലക്ട്രോണിക് ഡിവൈസുകൾ എന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ടെക്നോളജി നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണ്, നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. പക്ഷേ അത്തരം ഡിവൈസുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം തീർച്ചയായിട്ടും നമ്മൾ കുറയ്ക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതുപോലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഫാക്ട്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇലക്ട്രോണിക്സ് ടിപ്പുകൾ, ഹോബി സർക്യൂട്ടുകൾ, പിന്നെ ഷോർട്സ് വീഡിയോ, പ്രത്യേകിച്ച് ചെറിയ ചെറിയ പൊടിക്കൈകൾ, ഇതെല്ലാം നമ്മുടെ ചാനൽ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഗുഡ് ബൈ.